ഹായ് ഹലോ എവരിവൺ. ആന്റി ഡിഫൻസ് അക്കാഡമിയുടെ പുതിയൊരു വീഡിയോ സെഷനിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഇന്ത്യൻ ഡിഫൻസ് സിസ്റ്റത്തെ കുറിച്ചാണ്. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. ഇന്ത്യൻ ഡിഫൻസ് സിസ്റ്റത്തെ നമുക്ക് പ്രധാനമായും മൂന്നായി തിരിക്കാം. ആർമി, നേവി, എയർഫോഴ്സ് എന്നിങ്ങനെ മൂന്നായിട്ട് ഇന്ത്യൻ ഡിഫൻസ് സിസ്റ്റത്തെ നമുക്ക് തിരിക്കാം. ഇന്ത്യൻ ഡിഫൻസ് സിസ്റ്റത്തിന്റെ സർവ്വ സൈന്യാധിപൻ എന്ന് പറയുന്നത്, സുപ്രീം കമാൻഡർ എന്ന് പറയുന്നത് നമ്മുടെ പ്രസിഡന്റ് ഓഫ് ഇന്ത്യയാണ്. ഇപ്പോഴത്തെ സുപ്രീം കമാൻഡർ ആരാന്ന് വെച്ചാൽ ആരാണ് കുട്ടികളെ? ദ്രൗപദി മുർമു ആണ്. ഇന്ത്യൻ ഡിഫൻസ് സിസ്റ്റത്തിൽ 3 സേനകളുണ്ട്. ഈ 3 സേനകൾക്കും ചീഫ് ഉണ്ട് കേട്ടോ. ഇന്ത്യൻ ആർമി, നമ്മുടെ ഇപ്പോഴത്തെ ഡിഫൻസ് മിനിസ്റ്റർ ആരാണ്? രാജ്നാഥ് സിംഗ് ആണ് ഇപ്പോഴത്തെ ഡിഫൻസ് മിനിസ്റ്റർ എന്ന് പറയുന്നത്. ഇന്ത്യൻ ആർമിയെ കുറിച്ച് നോക്കാം. ഇന്ത്യൻ ആർമീസ് ഹെഡ്ക്വാർട്ടേഴ്സ് ഈസ് ഇൻ ഡൽഹി. ഇന്ത്യൻ ആർമിയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് ഡൽഹിയാണ്. ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ഈസ് ദ സുപ്രീം കമാൻഡർ ഓഫ് ദ ഇന്ത്യൻ ആർമി. ഇന്ത്യൻ ആർമിയുടെ സുപ്രീം കമാൻഡർ എന്ന് പറയുന്നത് ഇന്ത്യയുടെ പ്രസിഡന്റ് ആണ്. ആൻഡ് ഇറ്റ്സ് പ്രൊഫഷണൽ ഹെഡ് ഈസ് ദ ചീഫ് ഓഫ് ആർമി സ്റ്റാഫ്. ഇന്ത്യൻ ആർമിയുടെ പ്രൊഫഷണൽ ഹെഡ് എന്ന് പറയുന്നത് ചീഫ് ഓഫ് ആർമി സ്റ്റാഫ് ആണ്. സുപ്രീം കമാൻഡർ എന്ന് പറയുന്നത് നമ്മുടെ പ്രസിഡന്റ് ഓഫ് ഇന്ത്യയും പ്രൊഫഷണൽ ഹെഡ് എന്ന് പറയുന്നത് ചീഫ് ഓഫ് ആർമി സ്റ്റാഫും ആണ്. ഇന്ത്യൻ ആർമിയുടെ മോട്ടോ എന്ന് പറയുന്നത് സർവീസ് ബിഫോർ സെൽഫ് എന്നുള്ളതാണ്. ചോദിക്കുന്നതാണ് എക്സാമിന്. ഇന്ത്യൻ ആർമിയുടെ മോട്ടോ ഏതാന്ന് വെച്ചാൽ ഏതാണ് കുട്ടികളെ? സർവീസ് ബിഫോർ സെൽഫ് എന്നുള്ളതാണ്. ഇന്ത്യൻ ആർമിയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് ഡൽഹിയാണ്. ഇന്ത്യൻ ആർമിയുടെ സുപ്രീം കമാൻഡർ എന്ന് പറയുന്നത് നമ്മുടെ പ്രസിഡന്റ് ഓഫ് ഇന്ത്യയാണ്. ഇന്ത്യൻ ആർമിയുടെ പ്രൊഫഷണൽ ഹെഡ് എന്ന് പറയുന്നത് ചീഫ് ഓഫ് ആർമി സ്റ്റാഫ് ആണ്. ഇന്ത്യൻ ആർമിയുടെ മോട്ടോ എന്ന് പറയുന്നത് സർവീസ് ബിഫോർ സെൽഫ് ആണ്. ഇന്ത്യൻ ആർമി ലോക ആർമിയിലെ എത്രാം സ്ഥാനമാണെന്ന് ചോദിച്ചാൽ എത്രാം സ്ഥാനമാണ് കുട്ടികളെ? 4ാം സ്ഥാനമാണ്. ഇന്ത്യൻ ആർമി സ്ട്രെങ്ത് ആൻഡ് സ്ട്രോങ്ങസ്റ്റ് റാങ്ക് ഇൻ ദ വേൾഡ് 4th കേട്ടോ. ലോക റാങ്കിങ്ങിൽ ഇന്ത്യൻ ആർമിയുടെ സ്ഥാനം എന്ന് പറയുന്നത് 4ാം റാങ്ക് ആണ്. പ്രസന്റ് ചീഫ് ഓഫ് ആർമി സ്റ്റാഫ്, ഇന്ത്യൻ ആർമിയുടെ ഇപ്പോഴത്തെ ചീഫ് ഓഫ് ആർമി സ്റ്റാഫ് എന്ന് പറയുന്നത് ഉപേന്ദ്ര ദ്വിവേദിയാണ് കേട്ടോ. ഉപേന്ദ്ര ദ്വിവേദിയാണ് കേട്ടോ. ജനറൽ ഉപേന്ദ്ര ദ്വിവേദിയാണ്. വൈസ് ചീഫ് ഓഫ് ആർമി സ്റ്റാഫ് എന്ന് പറയുന്നത് ലഫ്റ്റനന്റ് ജനറൽ NS രാജാ സുബ്രഹ്മണ്യാണ് കേട്ടോ. അപ്പം ഇന്ത്യൻ ആർമിയുടെ ഇപ്പോഴത്തെ ചീഫ് ഓഫ് ആർമി സ്റ്റാഫ് എന്ന് പറയുന്നത് ഉപേന്ദ്ര ദ്വിവേദിയും വൈസ് ചീഫ് ഓഫ് ആർമി സ്റ്റാഫ് എന്ന് പറയുന്നത് ലഫ്റ്റനന്റ് ജനറൽ NS രാജാ സുബ്രഹ്മണ്യമാണ്. ആന്റി ഡിഫൻസ് അക്കാഡമിയിൽ അഗ്നിവീർ 2025ലേക്കുള്ള നഴ്സിംഗ് അസിസ്റ്റന്റ് ക്ലാസ്സുകൾ ആരംഭിച്ചിരിക്കുന്നു. ഓൺലൈൻ ക്ലാസ്സുകളാണ് ആരംഭിച്ചിട്ടുള്ളത്. ഡെയിലി ലൈവ് ക്ലാസ്സുകൾ നൽകുന്നു. ലൈവ് ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാൻ കഴിയാത്തവർക്ക് റെക്കോർഡഡ് ആയും ക്ലാസ്സുകൾ ലഭ്യമാണ്. വീക്കിലി 6 days ക്ലാസ്സസ് ആണ് നൽകുന്നത്. കൂടാതെ മോക്ക് ടെസ്റ്റ്, PYQ, മെഡിക്കൽ അവയർനെസ്, ഡയറ്റ് പ്ലാൻ എന്നിവ ഉൾപ്പെടെയുള്ള കോഴ്സസ് ആണ് ഈ ഓൺലൈൻ ക്ലാസ്സുകളിൽ നൽകുന്നത്. താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. ഇന്ത്യൻ ആർമിയുടെ കമാൻഡിനെ കുറിച്ചാണ് ഇനി അടുത്തത് നോക്കുന്നത്. കമാൻഡ് ആൻഡ് ഹെഡ്ക്വാർട്ടേഴ്സ്. ഇന്ത്യൻ ആർമിയുടെ ഓരോ കമാൻഡുകളുണ്ട്. നമുക്ക് ഓരോ മേഖലകളായി തിരിക്കാം ഇന്ത്യൻ ആർമിയെ. അതിൻ്റെ ഓരോ കമാൻഡിൻ്റെയും ഹെഡ്ക്വാർട്ടറുകളുണ്ട്. അത് പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്, ശ്രദ്ധിച്ചിരിക്കുക. ഇന്ത്യൻ ആർമിയുടെ വെസ്റ്റേൺ കമാൻഡിൻ്റെ ആസ്ഥാനം എവിടെയാണ്? ചാന്ദി മന്ദിർ ആണ്. ഇന്ത്യൻ ആർമിയുടെ വെസ്റ്റേൺ കമാൻഡിന്റെ ആസ്ഥാനം എവിടെയാണ് കുട്ടികളെ? ചാന്ദി മന്ദിർ ആണ്. ഇന്ത്യൻ ആർമിയുടെ നോർത്തേൺ കമാൻഡിന്റെ ആസ്ഥാനം ഉദ്ധംപൂരിലാണ്. ഇന്ത്യൻ ആർമിയുടെ സെൻട്രൽ കമാൻഡിന്റെ ആസ്ഥാനം ലക്നൌവിലാണ്. ഇന്ത്യൻ ആർമിയുടെ ഈസ്റ്റേൺ കമാൻഡിന്റെ ആസ്ഥാനം കൊൽക്കത്തയിലാണ്. ഓരോ കമാൻഡും ഉണ്ട്. ആ ഓരോ കമാൻഡിനും ഹെഡ്ക്വാർട്ടേഴ്സ് ഉണ്ട്. എക്സാമിന് ചോദിക്കുന്നതാണ്. നല്ല രീതിയിൽ പഠിച്ചുകൊണ്ട് പോവുക. ഇന്ത്യൻ ആർമിയുടെ സതേൺ കമാൻഡിന്റെ ആസ്ഥാനമാണ് പൂനെ. ഇന്ത്യൻ ആർമിയുടെ വെസ്റ്റേൺ കമാൻഡിന്റെ ആസ്ഥാനമാണ് ജയ്പൂർ. ഇന്ത്യൻ ആർമിയുടെ ട്രെയിനിങ് കമാൻഡിന്റെ ആസ്ഥാനമാണ് ഷിംല. ഇന്ത്യൻ ആർമിയുടെ കമാൻഡ് ആൻഡ് ഹെഡ്ക്വാർട്ടേഴ്സ് ആണ് നമ്മൾ നോക്കിയത്. ഇന്ത്യൻ ആർമിയുടെ വെസ്റ്റേൺ കമാൻഡിന്റെ ആസ്ഥാനം ചാന്ദിപൂർ. ഇന്ത്യൻ ആർമിയുടെ നോർത്തേൺ കമാൻഡിന്റെ ആസ്ഥാനമാണ് ഉദ്ധംപൂർ. ഇന്ത്യൻ ആർമിയുടെ സെൻട്രൽ കമാൻഡിന്റെ ആസ്ഥാനമാണ് ലക്നൌ. ഇന്ത്യൻ ആർമിയുടെ ഈസ്റ്റേൺ കമാൻഡിന്റെ ആസ്ഥാനമാണ് കൊൽക്കത്ത. ഇന്ത്യൻ ആർമിയുടെ സതേൺ കമാൻഡിന്റെ ആസ്ഥാനമാണ് പൂനെ. പൂനെ എവിടെയാണ് കുട്ടികളെ? മഹാരാഷ്ട്രയിലാണ് പൂനെ ഉള്ളത്. ഇന്ത്യൻ ആർമിയുടെ സൗത്ത് വെസ്റ്റേൺ കമാൻഡിന്റെ ആസ്ഥാനമാണ് ജയ്പൂർ. രാജസ്ഥാനിലാണ് സൗത്ത് വെസ്റ്റേൺ കമാൻഡിന്റെ ആസ്ഥാനം. ഇന്ത്യൻ ആർമിയുടെ ട്രെയിനിങ് കമാൻഡിന്റെ ആസ്ഥാനമാണ് ഷിംല. ഹിമാചൽ പ്രദേശിലാണ് ഷിംല ഉള്ളത്. പിന്നെ ഇന്ത്യൻ ആർമിയുടെ കമാൻഡും അതിന്റെ ഹെഡ്ക്വാർട്ടേഴ്സും ആണ് നമ്മൾ നോക്കിയത്. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അടുത്തതിലേക്ക് പോകാം. അടുത്തതാണ് ഇന്ത്യൻ നേവി. ഇന്ത്യൻ നേവിയുടെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇന്ത്യൻ ആർമിക്ക് ലോകത്തിൽ 4ാം സ്ഥാനമാണ് ഉള്ളത്. അന്നേരം ഇന്ത്യൻ നേവി ഏതാന്ന് നോക്കിയേ. ഇന്ത്യൻ നേവി ഇസ് ദ മാരിടൈം ബ്രാഞ്ച് ഓഫ് ഇന്ത്യൻ ആർമഡ് ഫോഴ്സ്. ഇന്ത്യൻ സായുധ സേനയിലെ ജലസൈന്യ
സൈന്യം അല്ലെങ്കിൽ എന്താണ് ജലവിഭാഗത്തിൽപ്പെടുന്ന സൈന്യമാണ് ഏത് ഇന്ത്യൻ നേവി എന്ന് പറയുന്നത്. ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ഈസ് ദ സുപ്രീം കമാൻഡർ ഓഫ് ദ ഇന്ത്യൻ നേവി. ഇന്ത്യൻ നേവിയുടെ സുപ്രീം കമാൻഡർ നമ്മൾ പറഞ്ഞു ആർമി, നേവി, എയർഫോഴ്സ്, നമ്മുടെ സായുധ സേനകൾ 3 സുപ്രീം കമാൻഡർ ആയിരിക്കും നമ്മുടെ പ്രസിഡന്റ് ആണ് കേട്ടോ. നമ്മുടെ ഇപ്പോഴത്തെ പ്രസിഡന്റ് ആരാണ്? ദ്രൗപദി മുർമു ആണ്. ഇന്ത്യൻ നേവിയുടെ സുപ്രീം കമാൻഡർ എന്ന് പറയുന്നത് ആരാണ് കുട്ടികളെ? നമ്മുടെ രാഷ്ട്രപതിയാണ്. ഇന്ത്യൻ നേവിയുടെ ചീഫ് ഓഫ് നേവൽ സ്റ്റാഫ് ആണ് അതിന്റെ പ്രൊഫഷണൽ ഹെഡ് എന്ന് പറയുന്ന ആ ഒരു സ്ഥാനം എന്ന് പറയുന്നത്. പ്രൊഫഷണൽ ഹെഡ് എന്ന് പറയുന്നത് ഇന്ത്യൻ ആർമിയുടെ പ്രൊഫഷണൽ ചീഫ് എന്ന് പറയുന്നത് ചീഫ് ഓഫ് നേവൽ സ്റ്റാഫ് ആണ്. അദ്ദേഹത്തിന്റെ തോളത്ത് എത്ര നക്ഷത്രങ്ങളുണ്ട് കുട്ടികളെ? 4 സ്റ്റാർ അഡ്മിറൽ ആണ് അദ്ദേഹം കേട്ടോ. 4 സ്റ്റാർ അഡ്മിറൽ ആണ്. കമാൻഡ്സ് ദ നേവി. നേവി കമാൻഡ് ചെയ്യുന്നത് നമ്മുടെ നേവി നയിക്കുന്നത് ആരാണ്? നമ്മുടെ ചീഫ് ഓഫ് നേവി സ്റ്റാഫ് ആണ്. അദ്ദേഹത്തിന് എത്ര നക്ഷത്രങ്ങളുണ്ട്? തോളത്ത് 4 നക്ഷത്രങ്ങളുടെ എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ. അത് മോട്ടോ ഓഫ് ഇന്ത്യൻ നേവി എന്ന് പറയുന്നത് ഏതാണ്? മേ ദ ലോർഡ് ഓഫ് വാട്ടർ ബി ഓസ്പിഷ്യസ് ആൻഡ് ടു us. നമ്മുടെ ജലദേവത നമ്മളെ എന്ത് ചെയ്യട്ടെ? നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്നുള്ളതാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഏതാണ്? ശ്യാംനോ വരുന്ന എന്നുള്ളതാണ് ഇന്ത്യൻ നേവിയുടെ ആപ്തവാക്യം എന്ന് പറയുന്നത് ചോദിച്ചിട്ടുള്ളതാണ്. ശ്യാംനോ വരുണ. ഇന്ത്യൻ നേവിക്ക് വേൾഡ് റാങ്കിങ്ങിൽ എത്രാമത്തെ റാങ്കാന്ന് വെച്ചാൽ ഇന്ത്യൻ നേവിക്ക് എത്രയാണ് കുട്ടികളെ? 7 ആണ് കേട്ടോ. ഇന്ത്യൻ ആർമിയുടെ റാങ്ക് എത്രയാണ് കുട്ടികളെ? 4. ഇന്ത്യൻ നേവിയുടെ റാങ്ക് എത്രയാണ് കുട്ടികളെ? 7. ചീഫ് ഓഫ് ആർമി സ്റ്റാഫ് ആണ് ആർമിയുടെ പ്രൊഫഷണൽ ഹെഡ് എന്ന് പറയുന്നത്. ചീഫ് ഓഫ് നേവി സ്റ്റാഫ് ആണ് നേവിയുടെ പ്രൊഫഷണൽ ഹെഡ് എന്ന് പറയുന്നത്. പ്രസന്റ് ചീഫ് ഓഫ് നേവൽ സ്റ്റാഫ് എന്ന് പറയുന്ന ആരാണ് കുട്ടിയുടെ? അഡ്മിറൽ ദിനേശ് കുമാർ ത്രിപാഠി. ആരാണ്? ദിനേശ് കുമാർ ത്രിപാഠി. കെ എന്ന് പറയുന്നത് എന്താണ്? കുമാറാണ്. ദിനേശ് കെ ത്രിപാഠി എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല. ഇന്ത്യൻ നേവിയുടെ ചീഫ് ഓഫ് നേവൽ സ്റ്റാഫ് ആരാന്ന് വെച്ചാൽ ആരാണ് കുട്ടികളെ? അഡ്മിറൽ ദിനേശ് കുമാർ ത്രിപാഠി എന്ന് പറയും കേട്ടോ. ഇന്ത്യൻ ആർമിയുടെ ചീഫ് ആരാന്ന് വെച്ചാൽ ചീഫ് ഓഫ് ആർമി സ്റ്റാഫ് ആരാണ്? ജനറൽ ഉപേന്ദ്ര ദ്വിവേദി ആയിരുന്നു കേട്ടോ. രണ്ടും കണക്ട് ചെയ്ത് പഠിക്കുക കേട്ടോ. നെക്സ്റ്റ് വൈസ് ചീഫ് ഓഫ് നേവൽ സ്റ്റാഫ്. വൈസ് ചീഫ് ഓഫ് നേവൽ സ്റ്റാഫ് ആരാണ് കുട്ടികളെ? വൈസ് അഡ്മിറൽ കൃഷ്ണ സ്വാമിനാഥനാണ് കേട്ടോ. വൈസ് ചീഫ് ഓഫ് നേവൽ സ്റ്റാഫ് ആരാണ്? കൃഷ്ണ സ്വാമിനാഥനാണ്. വൈസ് ചീഫ് ഓഫ് ആർമി സ്റ്റാഫ് ആരായിരുന്നു? രാജാ സുബ്രഹ്മണ്യ ആയിരുന്നു കേട്ടോ. ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് ഇന്ത്യൻ നേവി ഏതാണ് കുട്ടികളെ? ന്യൂഡൽഹിയിലാണ് ഇന്ത്യൻ നേവിയുടെ ആസ്ഥാനം എന്ന് പറയുന്നത്. ആർമിയുടെ നേവിയുടെയൊക്കെ ആസ്ഥാനം എവിടെയാണ്? ഡൽഹിയാണ് കേട്ടോ. അടുത്ത് നോക്കിക്കോ, ഇന്ത്യൻ നേവൽ കമാൻഡും അതിന്റെ ആസ്ഥാനങ്ങളും നോക്കാം. ഇന്ത്യൻ നേവൽ കമാൻഡ്, ഈസ്റ്റേൺ നേവൽ കമാൻഡിന്റെ ആസ്ഥാനം എവിടെയാണ് കുട്ടികളെ? വിശാഖപട്ടണം. കിഴക്കല്ലൂടെ ആന്ധ്രാപ്രദേശിലൂടെ ഇന്ത്യൻ നേവൽ കമാൻഡിന്റെ ഈസ്റ്റേൺ കമാൻഡിന്റെ ആസ്ഥാനം ഏതാണ് കുട്ടി? ഇന്ത്യൻ നേവിയുടെ ഈസ്റ്റേൺ കമാൻഡിന്റെ ആസ്ഥാനം എവിടെയാണ് കുട്ടികളെ? വിശാഖപട്ടണത്താണ്. ഇന്ത്യൻ നേവിയുടെ വെസ്റ്റേൺ കമാൻഡിന്റെ ആസ്ഥാനം നമുക്കറിയാം ഏതാണ് കുട്ടികളെ? മുംബൈ ആണ്. ഇന്ത്യൻ നേവിയുടെ സദേൺ കമാൻഡിന്റെ ആസ്ഥാനം എവിടെയാണ്? കൊച്ചിയാണ്. ഈ 3 കമാൻഡ് മാത്രമേ ഉള്ളൂ ഇന്ത്യൻ നേവിക്ക് കേട്ടോ. അപ്പോൾ ഇന്ത്യൻ നേവിയുടെ ഈസ്റ്റേൺ കമാൻഡിന്റെ ആസ്ഥാനം എവിടെയാണ്? വിശാഖപട്ടണം. ഇന്ത്യൻ നേവിയുടെ വെസ്റ്റേൺ കമാൻഡിന്റെ ആസ്ഥാനം മുംബൈ ആണ്. ഇന്ത്യൻ നേവിയുടെ സദേൺ കമാൻഡിന്റെ ആസ്ഥാനം എവിടെയാണ്? നമ്മുടെ കൊച്ചിയും ആണ്. ഇനി അടുത്തതാണ് കുട്ടികളെ നമ്മൾ നോക്കുന്നത് എയർഫോഴ്സ്. Indian Air Force. And Air Force in the broadest sense is the national military branch that primarily conducts the aerial warfare. നമ്മുടെ കരസൈന്യത്തെയും ജലസൈന്യത്തെയും ഒക്കെ വെച്ച് നോക്കുമ്പോൾ കൂടുതൽ വിശാലമായിട്ടുള്ളത് ഏതാണ്? എയർ ആണ് കേട്ടോ. എയർഫോഴ്സ് ആണ് കേട്ടോ. മോർ സ്പെസിഫിക്കലി ഇറ്റ് ഈസ് ദ ബ്രാഞ്ചസ് ഓഫ് ദ നേഷൻസ് ആംഡ് സർവീസസ് ദാറ്റ് ആർ റെസ്പോൺസിബിൾ ഫോർ എയറിനൽ വാർഫെയർ ആസ് ഡിസ്റ്റിങ്ക്ട് ഫ്രം ദ ആർമി ഓർ നേവി. ആർമിയെയും നേവിയെയും സംബന്ധിച്ച് നോക്കുവാണെങ്കിൽ കുറച്ചും കൂടി വിശാലമായതും കുറച്ചും കൂടെ അവരുടെ സേവനങ്ങൾ എല്ലാം നമ്മുടെ രാജ്യത്തിന് സമർപ്പിക്കുക ഏറ്റവും കൂടുതൽ അവരുടെ ആ ഒരു അർപ്പണ മനോഭാവമൊക്കെ കൂടുതലും കിട്ടുന്നത് എവിടേക്കായിരിക്കും? നമ്മുടെ എയർഫോഴ്സിനായിരിക്കും. ആർമിയെയും നേവിയെയും കൂടെ തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ ഇല്ലേ? ആർമി എന്ന് പറയുമ്പോൾ എന്താണ്? ചുറ്റിനും മറ്റ് രാജ്യങ്ങൾ, ശത്രുരാജ്യങ്ങളൊക്കെ ഇല്ലേടെ. അതുപോലെ തന്നെ നേവി, ഇന്ത്യക്ക് 12 നോട്ടിക്കൽ മൈൽ മാത്രമേ ഉള്ളൂ നമ്മുടെ ജലാതിർത്തി എന്ന് പറയുന്നത് ഇല്ലേ? അപ്പം എന്താണ്? മൊത്തം ബോർഡേഴ്സ് ആണ്. പക്ഷേ ഇന്ത്യൻ എയർഫോഴ്സിനാകുമ്പോൾ അങ്ങനെയുള്ളൊരു ബോർഡർ വല്ലതും ഉണ്ടോടെ? ഇല്ല. അപ്പം ആ ഒരു കാര്യമാണ് പറഞ്ഞത് കേട്ടോ. ഇന്ത്യൻ ആർമിയെയും നേവിയെയും സംബന്ധിച്ച് നോക്കുവാണെങ്കിൽ ഇന്ത്യൻ എയർഫോഴ്സിനാണ് കൂടുതൽ ബ്രോഡ് വിശാലമായിട്ടുള്ളത് കേട്ടോ. മോട്ടോ ഓഫ് ഇന്ത്യൻ എയർഫോഴ്സ്. ഇന്ത്യൻ എയർഫോഴ്സിന്റെ മോട്ടോ എന്ന് പറയുന്നതാണ് ടച്ച് ദ സ്കൈ വിത്ത് ഗ്ലോറി എന്നുള്ളതാണ്. അപ്പൊ ഇന്ത്യൻ നേവിയുടെ ഏതുമായിരുന്നു? ശ്യാംനോ വരുണ. ഇന്ത്യൻ ആർമിയുടെ ഏതാണ്? ഇന്ത്യൻ ആർമിയുടെ എന്ന് പറയുന്നത് സർവീസ് ബിഫോർ സെൽഫ് എന്നുള്ളതാണ്. അപ്പൊ ഇന്ത്യൻ എയർഫോഴ്സിന്റെ ഏതാണ് കുട്ടികളെ? ടച്ച് ദ സ്കൈ വിത്ത് ഗ്ലോറി എന്നുള്ളതാണ് കേട്ടോ. ടച്ച് ദ സ്കൈ വിത്ത് ഗ്ലോറി. ഇന്ത്യൻ എയർഫോഴ്സിന്റെ റാങ്ക് ലോക റാങ്കിങ്ങിൽ 3-ാം സ്ഥാനമാണ് കേട്ടോ. ലോക റാങ്കിങ്ങിൽ 3-ാം സ്ഥാനമാണ് ഇന്ത്യൻ എയർഫോഴ്സിന്. അതായത് ആർമിയിലെ കുട്ടികളെ, ആർമി
പ്ലസ് എയർഫോഴ്സ് 2A അല്ലയോ, അത് എത്ര, ഇത് 4, ഇത് 3. ഇതോടെ ചേരുമ്പോൾ ഇന്ത്യൻ നേവിയുടെ സ്ഥാനം എത്ര, 7 കേട്ടോ. ഇന്ത്യൻ ആർമിയുടെ സ്ഥാനം 4, ഇന്ത്യൻ എയർഫോഴ്സിന്റെ സ്ഥാനം 3. അപ്പോൾ ഇന്ത്യൻ നേവിയുടെ സ്ഥാനം എത്ര ആയിരിക്കും, 4 3 കൂട്ടിയാൽ എത്ര, 7 ആയിരിക്കും കേട്ടോ. അപ്പൊ എ ഓർത്ത് വെച്ച് പഠിക്കുക കേട്ടോ. അപ്പൊ ഇന്ത്യൻ എയർഫോഴ്സിന്റെ ലോക റാങ്കിങ്ങിൽ എത്രാം സ്ഥാനമാണ് കുട്ടികളെ, 3-ാം സ്ഥാനമാണ് ഉള്ളത്. ചീഫ് ഓഫ് ദ എയർ സ്റ്റാഫ്, ഇന്ത്യൻ എയർഫോഴ്സിന്റെ പ്രൊഫഷണൽ ഹെഡ് എന്ന് പറയുന്നത് ഏതാണ്, ചീഫ് ഓഫ് എയർ സ്റ്റാഫ് ആണ്. അദ്ദേഹമാണ് എയർ ചീഫ് മാർഷൽ അമർപ്രീത് സിംഗ് കേട്ടോ. എയർ ചീഫ് മാർഷൽ ആയിട്ടുള്ള അമർപ്രീത് സിംഗ് ആണ് നമ്മുടെ ഇന്ത്യൻ എയർഫോഴ്സിന്റെ പ്രൊഫഷണൽ ഹെഡ് എന്ന് പറയുന്നത്. ചീഫ് ഓഫ് ദ എയർ സ്റ്റാഫ് ആണ്. ഇപ്പോഴത്തെ എയർ സ്റ്റാഫ് ആരാന്ന് വെച്ചാൽ ആരാണ്, അമർപ്രീത് സിംഗ് ആണ് കേട്ടോ. എയർ ചീഫ് മാർഷൽ അമർപ്രീത് സിംഗ്. വൈസ് ചീഫ് ഓഫ് എയർ സ്റ്റാഫ് എന്ന് പറയുന്നത് ആരാണ് കുട്ടികളെ, എയർ മാർഷൽ സുജീത് പുഷ്പാകർ ധർക്കർ ആണ് കേട്ടോ. സുജീത് പുഷ്പാകർ ധർക്കർ. ഇന്ത്യൻ ആർമിയുടെ ചീഫ് ആരാന്ന് വെച്ചാൽ ചീഫ് ഓഫ് ആർമി സ്റ്റാഫ് എന്ന് പറയുന്നത് ആരാണ്, ഉപേന്ദ്രകുമാർ ദ്വിവേദിയാണ്. ചീഫ് ഓഫ് നേവി സ്റ്റാഫ് എന്ന് പറയുന്നത് ആരാണ്, ദിനേശ് കുമാർ ത്രിവേദി. ചീഫ് ഓഫ് എയർ സ്റ്റാഫ് എന്ന് പറയുന്നത് ആരാണ്, അമർപ്രീത് സിംഗ് ആണ്. വൈസ് ചീഫ് ഓഫ് ആർമി സ്റ്റാഫ് എന്ന് പറയുന്നത് രാജാ സുബ്രഹ്മണി. വൈസ് ചീഫ് ഓഫ് നേവി സ്റ്റാഫ് എന്ന് പറയുന്നത് രാമസ്വാമി. അതുപോലെ വൈസ് ചീഫ് ഓഫ് എയർ സ്റ്റാഫ് എന്ന് പറയുന്നത് ആരാണ്, സുജീത് പുഷ്പാകർ ധർക്കർ ആണ്. അപ്പൊ ഇത്രയുമാണ് നമ്മൾ അവരുടേതായിട്ട് നമ്മൾ ബേസ് ആയിട്ട് പഠിക്കേണ്ടുന്നത് കേട്ടോ. അപ്പൊ ഇന്ത്യൻ ആർമി, ഇന്ത്യൻ നേവി, ഇന്ത്യൻ എയർഫോഴ്സ് തുടങ്ങിയവയെ കുറിച്ച് അടിസ്ഥാനപരമായിട്ട് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന മെയിൻ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞു. ഇനി അടുത്തത് നമ്മൾ നോക്കുന്നത്, അടുത്താണ് കുട്ടികളെ ഇന്ത്യൻ എയർഫോഴ്സിന്റെ കമാൻഡും ഹെഡ് ക്വാർട്ടേഴ്സും നോക്കാം. ഇന്ത്യൻ എയർഫോഴ്സിന്റെ ഈസ്റ്റേൺ കമാൻഡിന്റെ ആസ്ഥാനം, ഇന്ത്യൻ എയർഫോഴ്സിന്റെ ആസ്ഥാനം എവിടെയാണ് കുട്ടികളെ, ഡൽഹിയാണ്. ഡൽഹിയിലെ ഇന്ത്യൻ എയർഫോഴ്സിന്റെ ആസ്ഥാനം വെച്ച് നോക്കിയിട്ട് എന്ത് ചെയ്യുന്നു, അതിന്റെ കമാൻഡന്റ് ആണ് പറയുന്നത് കേട്ടോ. അപ്പൊ ഇന്ത്യൻ എയർഫോഴ്സിന്റെ ഈസ്റ്റേൺ കമാൻഡിന്റെ ആസ്ഥാനമാണ് ഷില്ലോങ്. ഷില്ലോങ് എവിടെയാണ് കുട്ടികളെ, മേഘാലയയിലാണ് ഷില്ലോങ്. ഇന്ത്യൻ എയർഫോഴ്സിന്റെ സെൻട്രൽ കമാൻഡിന്റെ ആസ്ഥാനമാണ് കുട്ടികളെ അലഹബാദ്. അതെവിടെയാണ് കുട്ടികളെ, UP ആണ് കേട്ടോ. ഇന്ത്യൻ എയർഫോഴ്സിന്റെ സെൻട്രൽ കമാൻഡിന്റെ ആസ്ഥാനം എവിടെയാണ്, അലഹബാദ്, UP ആണ്. ഇന്ത്യൻ എയർഫോഴ്സിന്റെ സൗത്ത് വെസ്റ്റേൺ കമാൻഡിന്റെ ആസ്ഥാനമാണ് ഗാന്ധിനഗർ കേട്ടോ. സൗത്ത് വെസ്റ്റേൺ എന്ന് പറയുമ്പോൾ എന്താണ്, തെക്ക് പടിഞ്ഞാറൻ കേട്ടോ. ഇന്ത്യൻ എയർഫോഴ്സ് തെക്ക് പടിഞ്ഞാറൻ കമാൻഡിന്റെ ആസ്ഥാനം ഏതാന്ന് വെച്ചാൽ ഏതാണ്, ഗാന്ധിനഗർ, ഗുജറാത്ത്. ഇന്ത്യൻ എയർഫോഴ്സിന്റെ വെസ്റ്റേൺ കമാൻഡിന്റെ ആസ്ഥാനം എവിടെയാണെന്ന് വെച്ചാൽ എവിടെയാണ് കുട്ടികളെ, ന്യൂഡൽഹിയാണ് ഇന്ത്യൻ എയർഫോഴ്സിന്റെ വെസ്റ്റേൺ കമാൻഡിന്റെ ആസ്ഥാനം. ഇന്ത്യൻ എയർഫോഴ്സിന്റെ വെസ്റ്റേൺ കമാൻഡിന്റെ ആസ്ഥാനം ന്യൂഡൽഹിയാണ്. ഇന്ത്യൻ എയർഫോഴ്സിന്റെ സദേൺ കമാൻഡിന്റെ ആസ്ഥാനമാണ് നമ്മുടെ തിരുവനന്തപുരം. ഇന്ത്യൻ എയർഫോഴ്സിന്റെ ട്രെയിനിങ് കമാൻഡിന്റെ ആസ്ഥാനമാണ് ബംഗളൂരു, കർണാടക. ഇന്ത്യൻ എയർഫോഴ്സിന്റെ മെയിൻ്റനൻസ് കമാൻഡിന്റെ ആസ്ഥാനമാണ് നാഗ്പൂർ എവിടെയാണ് കുട്ടികളെ, മഹാരാഷ്ട്ര. അപ്പോൾ ഇന്ത്യൻ എയർഫോഴ്സിന്റെ ഈസ്റ്റേൺ കമാൻഡിന്റെ ആസ്ഥാനമാണ് ഷില്ലോങ്, മേഘാലയ. ഇന്ത്യൻ എയർഫോഴ്സിന്റെ സെൻട്രൽ കമാൻഡിന്റെ ആസ്ഥാനമാണ് അലഹബാദ്. ഇന്ത്യൻ എയർഫോഴ്സിന്റെ സൗത്ത് വെസ്റ്റേൺ കമാൻഡിന്റെ ആസ്ഥാനമാണ് ഗാന്ധിനഗർ. ഇന്ത്യൻ എയർഫോഴ്സിന്റെ വെസ്റ്റേൺ കമാൻഡിന്റെ ആസ്ഥാനമാണ് ന്യൂഡൽഹി. ഇന്ത്യൻ എയർഫോഴ്സിന്റെ സതേൺ കമാൻഡിന്റെ ആസ്ഥാനമാണ് തിരുവനന്തപുരം. ഇന്ത്യൻ എയർഫോഴ്സിന്റെ ട്രെയിനിങ് കമാൻഡിന്റെ ആസ്ഥാനമാണ് ബംഗളൂരു. ഇന്ത്യൻ എയർഫോഴ്സിന്റെ മെയിൻ്റനൻസ് കമാൻഡിന്റെ ആസ്ഥാനമാണ് നാഗ്പൂർ എന്ന് പറയുന്നത്. ഇത്രയും നമ്മൾ പറഞ്ഞത് ഇന്ത്യൻ ആർമി, ഇന്ത്യൻ നേവി, ഇന്ത്യൻ എയർഫോഴ്സ്, ഈ 3 വിഭാഗങ്ങളുടെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അതിന്റെ പൊസിഷൻസ്, ആർമിയുടെ പൊസിഷൻ 4, നേവിയുടെ പൊസിഷൻ 7, എയർഫോഴ്സിന്റെ പൊസിഷൻ 3. നിങ്ങൾക്ക് ഏവർക്കും അത് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അടുത്തത് നമുക്കിനി പോകാനുള്ളത് ഏതാണ്, ഇതിന്റെ പൊസിഷനാണ്. ഏറ്റവും ലോവസ്റ്റ് റാങ്ക് തൊട്ട് ഹയസ്റ്റ് റാങ്ക് വരെയുള്ള ഇന്ത്യൻ ആർമി, നേവി, എയർഫോഴ്സിന്റെ ഓരോ റാങ്ക് പൊസിഷനാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. നമ്മൾ ഇതിനകത്ത് എടുത്തിട്ടുള്ളതെന്ന് പറഞ്ഞത് ഡിസെൻഡിങ് ഓർഡർ ആണ്. ഏറ്റവും മുകളിൽ, ഏറ്റവും ഉയർന്ന റാങ്കിൽ നിന്നും താഴെ റാങ്ക് വരെയാണ് നമ്മളൊന്ന് എടുത്തിട്ടുള്ളത്. നമുക്കത് തിരിച്ച് പഠിക്കാം, താഴേന്ന് മുകളിലോട്ട് പഠിക്കാം. 1, 2, 3 ആണോ നമുക്ക് എളുപ്പം, 199 ആണോ എളുപ്പം? നമുക്ക് എളുപ്പം എന്താണ്, 1, 2, 3 ആണ്. അത് നമുക്ക് ആദ്യം നോക്കാം. ഇന്ത്യൻ ആർമിയുടെ ഫസ്റ്റ് ഓഫീസ് റാങ്ക് എന്ന് പറയുന്നത് ഏതാണ് കുട്ടികളെ, ലെഫ്റ്റനന്റ് ആണ്. ലെഫ്റ്റനന്റ് കഴിഞ്ഞാൽ തൊട്ടടുത്തത് ഏതാണ്, ക്യാപ്റ്റൻ ആണ്. നമ്മൾ ആദ്യം കട്ടിലേ പോയി കിടക്കും, കിടക്കൊക്കെ വിരിച്ചിട്ട് കട്ടിലേ കിടക്കും. പിന്നെ നമ്മൾ എന്താണ്, പുതപ്പ് പിടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഇല്ലേ. അപ്പം ലൈ കിടക്കുക, ക്യാപ്ചർ പിടിച്ചെടുക്കുക. ഇന്ത്യൻ ആർമിയുടെ ഫസ്റ്റ് ഓഫീസ് റാങ്ക് ഏതാണ്, ലെഫ്റ്റനന്റ് ആണ്. പിന്നീട് അടുത്തത് ഏതാണ്, ക്യാപ്ചർ, ക്യാപ്റ്റൻ ആണ്.
സെക്കൻഡ് റാങ്ക്. മൂന്നാമത്തെ റാങ്കാണ് മേജർ കേട്ടോ, ലൈ ക്യാപ്ചർ മേജർ കേട്ടോ. അപ്പം ഇന്ത്യൻ ആർമിയുടെ ഫസ്റ്റ് റാങ്ക് എന്ന് പറയുന്നത് ലെഫ്റ്റനൻറ്റ്, സെക്കൻഡ് റാങ്ക് എന്ന് പറയുന്നത് ക്യാപ്റ്റൻ, തേർഡ് റാങ്ക് എന്ന് പറയുന്നത് മേജർ. അത് കഴിഞ്ഞിട്ട് ഏതാണ് ലെഫ്റ്റനൻറ്റ് കേണൽ. കിടക്കുന്ന ലെഫ്റ്റനൻറ്റ് എന്നുണ്ടല്ലോ, കിടക്കുന്ന ആളെന്ത് ചെയ്യുമോ നിങ്ങൾ കുളവാക്കും. ലെഫ്റ്റനൻറ്റ് കേണലാണ് അടുത്ത പൊസിഷൻ. അതിനടുത്തത് ഏതാണ് കേണലാണ്. ഏതൊക്കെയാണ് ലെഫ്റ്റനൻറ്റ്, ക്യാപ്റ്റൻ, മേജർ, ലെഫ്റ്റനൻറ്റ് കേണൽ, കേണൽ, പിന്നെന്താണ് ബ്രിഗേഡിയർ ആണ്. പിന്നെ നമ്മൾ എന്തോ ചെയ്യും, ബ്രിഗേഡിയർ ആണ് കേട്ടോ, ബ്രിഗേഡിയർ, കൂർക്കം വലിക്കും, ബ്രിഗേഡിയർ ആണ്. അടുത്തത് ഏതാണ് മേജർ ജനറൽ. ബ്രിഗേഡിയർ കഴിഞ്ഞാൽ മേജർ ജനറൽ ആകും, മേജർ ജനറൽ കഴിഞ്ഞാൽ ലെഫ്റ്റനന്റ് ജനറൽ ആകും, അത് കഴിഞ്ഞിട്ട് ജനറൽ ആകും കേട്ടോ. അപ്പം ഇന്ത്യൻ ആർമിയുടെ ഓഫീസ് റാങ്കാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തത്. ഇന്ത്യൻ ആർമിയുടെ ഓഫീസ് റാങ്ക് എന്ന് പറയുന്നത് ഫസ്റ്റ് ഓഫീസ് റാങ്ക് എന്ന് പറയുന്നത് ലെഫ്റ്റനൻറ്റും, ഏറ്റവും ഹയസ്റ്റ് പൊസിഷൻ എന്ന് പറയുന്നത് ഏതാണ് ജനറലുമാണ് കേട്ടോ. ഏറ്റവും ഹയസ്റ്റ് ഓഫീസിലായിട്ട് ഓരോരോ പദവികൾ വഹിച്ച് വരുമ്പോൾ ഏറ്റവും റിട്ടയർ ആകുന്നത് ഏതായിരിക്കും, ജനറലായിട്ടായിരിക്കും റിട്ടയർ ആകുന്നത് കേട്ടോ. ഫീൽഡ് മാർഷൽ എന്ന് പറയുമ്പോൾ അല്ലാതെ കൊടുക്കുന്നൊരു പദവിയാണ് ഫീൽഡ് മാർഷൽ എന്ന് പറയുന്നത് കേട്ടോ. അതുപോലെ തന്നെ അടുത്ത് നോക്കിക്കോ, ഇന്ത്യൻ എയർഫോഴ്സ്. ഇന്ത്യൻ എയർഫോഴ്സിന്റെ ഫസ്റ്റ് ഓഫീസർ റാങ്ക് എന്ന് പറയുന്നത് ഏതാണ്, ഫ്ലൈയിങ് ഓഫീസർ. ആദ്യം നമ്മൾ പറക്കാൻ പഠിക്കും. ഫ്ലൈയിങ് ഓഫീസർ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണ്, ഫ്ലൈറ്റ് ലെഫ്റ്റനന്റ് ആണ് ഇല്ലയോ. ഇനി എന്നിട്ട് നമ്മൾ ഇടത് സൈഡിലിരുന്ന് അടുത്ത ആളെ പറഞ്ഞു കൊടുക്കും, ഫ്ലൈറ്റ് ലെഫ്റ്റനന്റ് ആയിരിക്കും, ലെഫ്റ്റിലിരുന്ന് പറഞ്ഞു കൊടുക്കും. അത് കഴിഞ്ഞിട്ട് ആരാണ്, സ്ക്വാഡ്രൺ ലീഡർ ആവും. ലെഫ്റ്റിലിരുന്ന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ആശാനാവുക ചെയ്യുന്നത്, സ്ക്വാഡ്രൺ ലീഡർ ആവും. അത് കഴിഞ്ഞിട്ട് ഏതാണ്, വിങ് കമാൻഡർ ആവും, ഗ്രൂപ്പ് ക്യാപ്റ്റൻ ആവും. വിങ് കഴിഞ്ഞാൽ ഗ്രൂപ്പാണ്, ഗ്രൂപ്പ് ക്യാപ്റ്റൻ ആവും, പിന്നെ എയർ കമാൻഡോർ ആകും കേട്ടോ, എയർ കമാൻഡോർ. അത് കഴിഞ്ഞിട്ട് എയർ വൈസ് മാർഷൽ ആവും, പിന്നെ എയർ മാർഷൽ ആവും, പിന്നെ എയർ ചീഫ് മാർഷൽ ആവും കേട്ടോ. അപ്പം ജനറൽ, പിന്നെന്താണ് എയർ ചീഫ് മാർഷൽ, പിന്നെ ഏറ്റവും ഉയർന്ന പൊസിഷൻ ഏതാണെന്ന് വെച്ചാൽ ഏതാണ്, മാർഷൽ ഓഫ് ദ ഇന്ത്യൻ എയർഫോഴ്സ് ആണ് കേട്ടോ. മാർഷൽ ഓഫ് ദ ഇന്ത്യൻ എയർഫോഴ്സ് ആണ്. ഇന്ത്യൻ ആർമിയുടെ ഏറ്റവും ഉയർന്ന പൊസിഷൻ ഏതാണെന്ന് വെച്ചാൽ ഏതാണ്, ഫീൽഡ് മാർഷലാണ് കേട്ടോ, ഫീൽഡ് മാർഷലാണ്. അടുത്തതാണ് കുട്ടികളെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഏത്, ഇനി അടുത്തതാണ് നേവി. ഇന്ത്യൻ നേവിയിലെ കാര്യമാണ് പറയുന്നത്. ഇന്ത്യൻ നേവിയിലെ ഫസ്റ്റ് ഓഫീസ് റാങ്ക് എന്ന് പറയുന്നത് ഏതാണ്, സബ് ലെഫ്റ്റനൻ്റ് ആയിട്ടാണ് കയറുന്നത്. ഇന്ത്യൻ ആർമിയുടെ ആകുമ്പോൾ ലെഫ്റ്റനൻറ്റ്, ഇന്ത്യൻ നേവിയുടെ ആകുമ്പോൾ സബ് ലെഫ്റ്റനൻറ്റ്. സബ് ലെഫ്റ്റനൻറ്റ് കഴിഞ്ഞാൽ പിന്നെ ലെഫ്റ്റനൻ്റ് ആയി, ലെഫ്റ്റനൻറ്റ് പിന്നെ ലെഫ്റ്റനൻറ്റ് കമാൻഡർ ആകുന്നു, ലെഫ്റ്റനൻറ്റ് കമാൻഡർ കമാൻഡർ ആകുന്നു, കമാൻഡർ കഴിഞ്ഞാൽ ക്യാപ്റ്റൻ ആകുന്നു, ക്യാപ്റ്റൻ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അടുത്തത് ഏതാണ്, കമാൻഡോർ ആകുന്നു. കമാൻഡറും ഉണ്ട് കമാൻഡോറും ഉണ്ട്. പിന്നെയാണ് റിയർ അഡ്മിറൽ ആകുന്നു, റിയർ അഡ്മിറൽ വൈസ് അഡ്മിറൽ ആകുന്നു, പിന്നീട് അഡ്മിറൽ ആകുന്നു. പിന്നീട് അഡ്മിറൽ ഓഫ് ദ ഫ്ലീറ്റ് എന്ന് പറയുന്ന പൊസിഷനാണ് ഉള്ളത്. അപ്പോൾ ഇത് ഏറ്റവും ഉയർന്ന പൊസിഷനാണ്. ഇവിടം വരെ ഉള്ളൂ. റിട്ടയർ ആകുന്ന ഏറ്റവും ഉയർന്ന പൊസിഷൻ എന്ന് പറയുന്നത് ഏതാണ്, ജനറൽ, എയർ ചീഫ് മാർഷൽ, അഡ്മിറൽ. ഇത് റിട്ടയർ ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ അവർക്ക് കൊടുക്കുന്ന ഓരോ പൊസിഷൻ, ഓരോ സ്ഥാനങ്ങളാണ്. ഇന്ത്യൻ ആർമിയിലെ ഫീൽഡ് മാർഷൽ, ഇന്ത്യൻ എയർഫോഴ്സിലാകുമ്പോൾ മാർഷൽ ഓഫ് ദ ഇന്ത്യൻ എയർഫോഴ്സ് എന്ന് പറയുന്നത്, നേവിയിലെ ആകുമ്പോഴോ അഡ്മിറൽ ഓഫ് ദ ഫ്ലീറ്റ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ കുട്ടികളെ നമ്മുടെ ഡിഫൻസ് സിസ്റ്റം എന്നത് ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഡിഫൻസ് സിസ്റ്റത്തെക്കുറിച്ചുള്ള നമ്മൾ വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇനി നമുക്കതിനകത്ത് കുറച്ച് ക്വസ്റ്റ്യൻസും കൂടെ നോക്കാം. ഹൗ മെനി കമാൻഡേഴ്സ് ആർ ദെയർ ഇൻ ദ ഇന്ത്യൻ ആർമി? ഇന്ത്യൻ ആർമിയിൽ മൊത്തം എത്ര കമാൻഡ്സ് ഉണ്ട്? നമ്മൾ ഓരോ കമാൻഡ്സും ഹെഡ് ക്വാർട്ടേഴ്സും പറഞ്ഞല്ലോ, അതിൽ എത്ര കമാൻഡ് ഉണ്ട് ഇന്ത്യൻ ആർമിയിൽ മൊത്തം 7 കമാൻഡ്സ് ആണ് ഉള്ളത്. നോർത്തേൺ കമാൻഡ്, ഈസ്റ്റേൺ കമാൻഡ്, സൗത്ത് വെസ്റ്റേൺ കമാൻഡ് നമ്മൾ പഠിച്ചില്ലേ അത്. അടുത്ത നോക്കിക്കോ കുട്ടികളെ, ഹൂ വാസ് ദ ഫസ്റ്റ് പരംവീർ ചക്ര റെസിപ്പിയന്റ് ഇൻ ഇന്ത്യൻ ആർമി? ഇന്ത്യൻ ആർമിയിൽ കൊടുക്കുന്ന, നമ്മുടെ സൈന്യത്തിൽ കൊടുക്കുന്ന ഏറ്റവും ഉയർന്ന ബഹുമതിയാണ് പരംവീർ ചക്ര. പരംവീർ ചക്ര നേടിയ ആദ്യത്തെ വ്യക്തി ആരാന്ന് വെച്ചാൽ ആരാണ്, സോമനാഥ ശർമ്മയാണ്. ഇദ്ദേഹമാണ് സോമനാഥ ശർമ്മ എന്ന് പറയുന്നത്. വാട്ട് ഈസ് ദ നെയിം ഓഫ് ലാസ്റ്റ് എയർക്രാഫ്റ്റ് കാരിയർ വിച്ച് വാസ് ഡീകമ്മീഷൻഡ് ഫ്രം ഇന്ത്യൻ നേവി? ഇന്ത്യൻ നേവി അടുത്തിടെ ഡീകമ്മീഷൻ ചെയ്ത വിമാനവാഹിനി കപ്പൽ ഏതാണെന്നാണ് ചോദിക്കുന്നത്. ഏതാണ് കുട്ടികളെ? INS വിരാട് ആണ്. അപ്പം ഇന്ത്യൻ ഡിഫൻസ് സിസ്റ്റത്തെ കുറിച്ചുള്ള വളരെ ഇൻഫോർമേറ്റീവ് വീഡിയോ ആണ് ഇതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഏവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. ഓക്കെ, ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരേക്കും ബൈ.